ഈ മീനെല്ലാം കണ്ടപ്പോൾ ഇക്ക എന്നോട് വന്ന് ചോദിച്ചേ, ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, എല്ലാം ഉണ്ട്, എന്ത് വേണം? ഞാനൊന്നും നോക്കിയില്ല, ഞണ്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് തന്നെ ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞു. അവരെന്ത് സ്പീഡിൽ നല്ല വൃത്തിയായിട്ടാണെന്ന് പറയുക ക്ലീൻ ചെയ്ത് തരുന്നത്. നല്ല രസം അത് കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ ഞണ്ടിനെ ക്ലീൻ ചെയ്യുന്നതിൽ അവിടെ നോക്കിക്കൊണ്ടിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ അതിനുള്ള കലാപരിപാടികൾ തുടങ്ങി. അങ്ങനെ എണ്ണയും കറിവേപ്പിലയും കൊച്ചുള്ളിയൊക്കെ ഇട്ട്, കൊച്ചുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്താൽ കേട്ടോ, അതും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് നന്നായിട്ടത് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തക്കാളി ഇടുന്നുണ്ട്. തക്കാളിയും പച്ചമുളകും കീറിയതും ഇടുന്നുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഇത്രയായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. അടിക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ച് വരുന്ന കണ്ടുകൂടി ഞങ്ങൾ പെട്ടെന്ന് ലോ ഫ്ലെയിമിലോട്ട് അങ്ങിട്ട് അങ്ങനെ അതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ഞണ്ടെല്ലാം കൂടെ വാരിയിടുവാണേ. ഒരു കൈ കൊണ്ട് വാരിയിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 കൈ ഉപയോഗിച്ചതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വാരിയിട്ടെ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അത് കട്ട് ചെയ്തിട്ടാട്ടോ നന്നായിട്ട് ഇളക്കിയെടുത്തത്. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. വെള്ളം ഒഴിച്ച് ലാസ്റ്റാട്ടോ ഉപ്പിടുന്നത്. അങ്ങനെ ഉപ്പും ഇട്ട് നമ്മൾ നടച്ച് വെക്കുവാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ 1 തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.